വചനസാരം വചനസാരം. ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ 3 പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഈശോ, പിന്നെ ഫരിസേയരും നിയമജ്ഞരും, ഒടുവിൽ കൈശോഷിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനും. ഈ ഫരിസേയരും നിയമജ്ഞരുമൊക്കെ എന്തേലും തരത്തിലുള്ള കുറ്റം ഈശോയിൽ ആരോപിക്കുവാനായിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ഈശോ അവരെ പ്രൊവോക്ക് ചെയ്യാനെന്നോണം അവരുടെ മുൻപിൽ വെച്ച് സാബത്ത് ദിവസം ഈ കൈശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അൾട്ടിമേറ്റായിട്ട് ഈശോയുടെ ഉദ്ദേശം ആ മനുഷ്യനെ സുഖപ്പെടുത്തുക എന്നതായിരുന്നില്ല, മറിച്ച് ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ കണ്ണ് തുറപ്പിക്കുക എന്നതായിരുന്നു. കാരണം ഈ ഫരിസേയരും നിയമജ്ഞരുമൊക്കെയാണ് അന്നത്തെ സമൂഹത്തിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു പോന്നിരുന്നവർ. യഥാർത്ഥത്തിൽ അവരല്ലേ ഇത്തരത്തിൽ പാവപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ സഹായിക്കേണ്ടതും അവരുടെ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടതും. അങ്ങനെയുള്ള അവർ തന്നെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശോ അവരുടെ അടഞ്ഞുപോയ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കുവാനാണ് ശ്രമിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നാം കണ്ട ഒരു വാർത്തയാണ്, സഹായം ചോദിച്ച് പോലീസുകാരുടെ അടുക്കൽ ചെന്ന ഒരു സ്ത്രീയെ ആ പോലീസുകാർ തന്നെ മാറി മാറി പീഡിപ്പിച്ചു എന്ന നമ്മെ നടുക്കുന്ന ഒരു വാർത്ത. നീതി നടപ്പാക്കേണ്ടവർ തന്നെ അത് നിഷേധിക്കുമ്പോൾ സാധാരണക്കാരായ ഞാനും നിങ്ങളുമൊക്കെ ആരുടെ അടുക്കലേക്കാണ് നീതിക്ക് വേണ്ടി ചെല്ലേണ്ടത്? സ്നേഹം നിറഞ്ഞവരെ, കുറെ കൂടി തുറന്ന ഹൃദയത്തോടെ ചുറ്റുമുള്ളവരെ നോക്കിക്കാണുവാനും ഈശോയെ പോലെ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാകുവാനും നിസ്സഹായർക്ക് സഹായമാകുവാനുമൊക്കെ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.